Next we will see the fringing, effect of slotting. Slotting effect എന്താണ്? In the case of a slotted armature, there will be fringing of flux around the teeth. There will be fringing of flux around the teeth as shown. ഇതാണ് fringing of flux എന്ന് പറയുന്നത്. Fringing, see? ഫ്ലക്സ് യഥാർത്ഥത്തിൽ പോകുന്നത് ഇത്രയും മാത്രം പോർഷൻ മാത്രമല്ല, കുറച്ച് ഫ്ലക്സ് ഇങ്ങനെ പോകും. ആക്ച്വലി ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ശകലം ഫ്ലക്സ് പോകും. ഇതിവിടെ ഗ്യാപ്പാണ്, സ്ലോട്ടാണ്. അപ്പം ഈ സൈഡിലൂടെ ഇങ്ങനെ ഫ്ലക്സ് കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും അടുത്ത സ്ലോട്ടിൽ അതേപോലെ, അടുത്ത ടൂത്തിൻ്റെ പോർഷനിൽ അതേപോലെ വരും. സോ ദർ വിൽ ബി ഫ്രിഞ്ചിങ്. അപ്പോൾ സ്ലോട്ടിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഫ്രിഞ്ചിങ് ഓഫ് ഫ്ലക്സ് അറ്റ് ദ സ്ലോട്ട്സ്. ദർ വിൽ ബി ഫ്രിഞ്ചിങ് ഓഫ് ഫ്ലക്സ് അറ്റ് ദ സ്ലോട്ട്സ്. ബിക്കോസ് ഓഫ് ദ സ്ലോട്ട്സ് ദർ വിൽ ബി ഫ്രിഞ്ചിങ്. പുറത്തുനിന്നുള്ള ഫ്ലക്സ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നേരത്തെ കൺസിഡർ ചെയ്ത മാതിരി നേരെ മാത്രമല്ല, പക്ഷേ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു. സോ ദിസ് ഈസ് കോൾഡ് ഫ്രിഞ്ചിങ് ഓഫ് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ കേസിൽ നമ്മൾ ഓൾട്ടർനേറ്റ്ലി വി ഹാവ് ദ സ്ലോട്ട്സ് ആൻഡ് ടീത്ത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ സ്ലോട്ട് WS, വിഡ്ത്ത് ഓഫ് ദ ടൂത്ത് WT, വിഡ്ത്ത് ഓഫ് ദ സ്ലോട്ട്. ഒരു സ്ലോട്ട് പിച്ച് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു YS. വി കൺസിഡർ വൺ സ്ലോട്ട് പിച്ച് പോർഷൻ YS ആൻഡ് ദ എയർ ഗ്യാപ്പ് ലെങ്ത് ഈസ് LG. ഇവിടെ ലെങ്ത് ഓഫ് ദി ആർമച്ചർ എന്ന് പറഞ്ഞാൽ എല്ലെന്നും പറഞ്ഞെടുക്കും. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്നത് നമുക്ക് ലെങ്ത് വേണം. അപ്പം നമുക്ക് നോക്കാം. In the case of a slotted armature, there will be fringing of flux around the teeth as shown. It is obvious that the reluctance of air gap is more compared to that of smooth armature. അപ്പം ഇവിടുത്തെ റിലക്റ്റൻസ് കൂടുതലായിരിക്കും. ഇവിടുത്തെ ആദ്യത്തെ കേസ് സ്മൂത്ത് ആർമച്ചറിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ രണ്ടാമത്തെ കേസിനെ അപേക്ഷിച്ച് ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദി റിലക്റ്റൻസ് ഓഫ് എയർ ഗ്യാപ്പ് ഈസ് മോർ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്മൂത്ത് ആർമച്ചർ ബട്ട് ലെസർ ദാൻ ദാറ്റ് ഇൻ കേസ് 2. കേസ് 2 എന്ന് പറഞ്ഞാൽ ഈ കേസ്, ദിസ് ഈസ് കേസ് 2. In this case, it is simpler to assume that flux is uniformly distributed over the portion YS dash equal to WT plus delta WS, where delta depends on the ratio of slot width to air gap length. അപ്പോൾ ഈ കേസിനെ നമ്മളൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഈ ഫ്രിഞ്ചിങ് കേസ് നമ്മൾ അസ്യൂം ചെയ്യാണ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ സ്ഥലത്തേക്ക് ഇത് മൊത്തം എടുക്കുന്നില്ല, പക്ഷേ ഇത് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. യൂണിഫോമായിട്ട് ഇവിടെ ഒരു സർട്ടൺ ഫ്ലക്സ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബിക്കോസ് ഓഫ് ദിസ് മച്ച് ഗ്യാപ്പ് ലെങ്ത് ഇവിടുത്തെ ഡെൻസിറ്റി കാണത്തില്ല. ഇവിടെ ഇത്ര രീതിയിലുള്ള അടുത്തടുത്ത് ഫ്ലക്സ് കാണത്തില്ല, അകലെയാണ് കാണുന്നത്. ഈ ഫ്ലക്സ് ലൈൻസ് കുറേ അകലെ കുറച്ച് നമ്പേഴ്സേ കാണുള്ളൂ, കാരണം ഇത് കൂടുതൽ ഗ്യാപ്പ് ലെങ്ത് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള ഫ്ലക്സിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ദ ഫ്ലക്സ് ഇസ് യൂണിഫോംലി ഇതേമാതിരി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഫ്ലക്സ് ആയിട്ട് നമ്മൾ കുറച്ച് ഒരല്പം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിലേക്ക് ഫോർ എ സ്മോൾ പോർഷൻ വി അസ്യൂം ദാറ്റ് ദ ഫ്ലക്സ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലൈക്ക് ദിസ്. ഇതേപോലുള്ള ഡെൻസിറ്റിയിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ കരുതുന്നു. രണ്ട് സൈഡിലേക്കും കുറച്ച് ഒരല്പം. അതെങ്ങനെ? ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സ്മോൾ പോർഷൻ WT പ്ലസ് ഡെൽറ്റ WS. ഇപ്പോൾ WT എന്ന് പറഞ്ഞാൽ ഇതാണ് WT പ്ലസ് അല്പം പുറത്തേക്ക് ഇതുകൂടെ ചേർന്ന് ഡെൽറ്റ WS where delta depends upon this factor. Delta depends upon the ratio slot width by gap length. അതിനനുസരിച്ച് അത് നമുക്ക് ക്ലിയർ ആവും ഇപ്പോഴാണ്. നൗ ഇഫക്റ്റീവ് ഓർ കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച്. അപ്പം ഫ്ലക്സ് ഉള്ള പോർഷനാണ്. അപ്പോൾ ഫ്ലക്സ് ഉള്ള പോർഷൻ ആണ് ഈ ഇഫക്റ്റീവ്
ഫ്ലക്സ് ഉള്ളത് ഇത്രയും പോർഷനിലാണ് ഫ്ലക്സ് ഉള്ളതെന്ന്. ഇത്രയും പോർഷനിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത്രയും പോർഷനിൽ അതിനെയാണ് നമ്മൾ വൈ എസ് ഡാഷ് എന്നും പറഞ്ഞെടുക്കുന്നത്. വൈ എസ് ഡാഷ് ആണ് പിൻ ചെയ്തിരിക്കുന്നത്. വൈ എസ് ഡാഷ് ഇളക്കി നോക്കി അറിയാം. സോ ദിസ് വി ടേക്ക് ആസ് ദി ഇഫക്റ്റീവ് ഓർ കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച്. നേരത്തെ ഉപയോഗിച്ച ഒരു ടേമാണ് ഇഫക്റ്റീവ് ഓർ കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച് വൈ എസ് ഡാഷ്. ആ വൈ എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുക്കുന്നു? വൈ എസ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇഫക്റ്റീവ് ഓർ കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച്. വൈ എസ് ഡാഷ് ഇസ് ടേക്കൺ ആസ് ഡബ്ല്യു ടി. ഡബ്ല്യു ടിയുടെ കൂടെ നമ്മൾ ഡെൽറ്റ ഡബ്ല്യു എസ് എന്നും പറഞ്ഞെടുക്കുകയാണ്. വേർ ഡെൽറ്റ ഡിപ്പെൻഡ്സ് upon the ratio സ്ലോട്ട് വിഡ്ത്ത് ബൈ ഗ്യാപ്പ് ലെങ്ത്. സ്ലോട്ട് വിഡ്ത്ത് ഡബ്ല്യു എസ് ടു ഗ്യാപ്പ് ലെങ്ത് പിന്നീട് പറയും. അപ്പോൾ ഡെൽറ്റ വി ഫൈൻഡ് ഔട്ട് ഡെൽറ്റ ലീറ്റ്. അപ്പോൾ ഡബ്ല്യു ടി പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എസ് എന്നും പറഞ്ഞെടുക്കുന്നു. അതൊരു മാത്തമാറ്റിക്കൽ നമ്മളൊരു അപ്രോക്സിമേഷൻ അനാലിസിസിന് വേണ്ടി. ഓക്കെ, ഇത് ഓരോരുത്തരും ഫോർമുലേറ്റ് ചെയ്ത ഓരോ പുട്ട് ഫോർത്ത് ചെയ്ത ഐഡിയയാണ്. അതാണ് ഇത് പിന്നീട് പറയാം. അപ്പം ഡബ്ല്യു ടി പ്ലസ് ഡബ്ല്യു എസ് ഡെൽറ്റ ഡബ്ല്യു എസ് ഡബ്ല്യു ടി പ്ലസ് ഇത് നമുക്ക് വീണ്ടും നമ്മൾ ഡബ്ല്യു എസ് ആഡ് ചെയ്യുകയും ഡബ്ല്യു എസ് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഡബ്ല്യു എസ് ആഡ് ചെയ്യുന്നു ഇവിടെ പ്ലസ് ഡബ്ല്യു എസ് മൈനസ് ഡബ്ല്യു എസ്. അപ്പം വിലയ്ക്ക് വ്യത്യാസമില്ല. സോ ഒറിജിനലി വൈ എസ് ഡാഷ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ടി പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എസ് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ ഡബ്ല്യു ടി പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എസ് ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ ഡബ്ല്യു എസ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. മാത്തമാറ്റിക്കൽ ജഗ്ലറി. അപ്പോൾ അതെന്താ കിട്ടുക? വൈ എസ് മൈനസ് ഈക്വൽ ടു വൈ എസ്. ഇത് രണ്ടോട് ചേരുമ്പോൾ വൈ എസ് ആണ്. ഡബ്ല്യു ടി പ്ലസ് ഡബ്ല്യു എസ്. ഡബ്ല്യു ടിയും ഡബ്ല്യു എസും കൂടെ ചേരുന്നത് ആക്ച്വലി വൈ എസ് നമ്മുടെ ഒരു സ്ലോട്ട് പിച്ച് പോർഷൻ. സോ ഡബ്ല്യു ടി പ്ലസ് ഡബ്ല്യു എസ് ദാറ്റ് ഈസ് വൈ എസ്. So this together that is ys. ആ പോർഷൻ വൈ എസ് എന്നും പറഞ്ഞ് എഴുതി. വൈ എസ് പിന്നെ വൈ എസ് എഴുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ മൈനസ് സൈൻ എടുത്തേക്കുന്നു. മൈനസ് 1 മൈനസ് ഡെൽറ്റ മൈനസ് 1 മൈനസ് ഡെൽറ്റ ഇൻറ്റു ഡബ്ല്യു എസ്. സോ വൈ എസ് മൈനസ് 1 മൈനസ് ഡെൽറ്റ ഇൻറ്റു ഡബ്ല്യു എസ്. നോക്കണം, എക്സ്പാൻഡ് ചെയ്ത് നോക്കണം. അപ്പം മൈനസ് ഓഫ് ഡബ്ല്യു എസ്, അപ്പം മൈനസ് ഡബ്ല്യു എസ് കൂടെ ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് ഇൻറ്റു ഡബ്ല്യു എസ്, അപ്പോൾ അത് പ്ലസ് ആവും. അപ്പം പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എസ്. അപ്പോൾ ഈ പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എസ് മൈനസ് ഡബ്ല്യു എസ് എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. വൈ എസ് മൈനസ് 1 മൈനസ് ഡെൽറ്റ ഇൻറ്റു ഡബ്ല്യു എസ്. വീണ്ടും ദിസ് വൈ എസ് ഡാഷ് ഈസ് ഈക്വൽ ടു വൈ എസ് മൈനസ് 1 മൈനസ് ഡെൽറ്റ ഈസ് പുട്ട് ആസ് കെ സി എസ്, കെ സഫിക്സ് സി എസ് into ws. 1 minus delta, instead of 1 minus delta we put kcs, where kcs is called the Cartier's gap coefficient, where kcs is called the Cartier's gap coefficient. ഇത് കൊണ്ടുവന്ന് കാർട്ടർ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. അപ്പം കെ സി എസ് ഈസ് കോൾഡ് ദ കാർട്ടേഴ്സ് ഗ്യാപ്പ് കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കും. കെ സി എസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ കെ സി എസ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേഷ്യോ സ്ലോട്ട് വിഡ്ത്ത് ബൈ ഗ്യാപ്പ് ലെങ്ത്. സ്ലോട്ട് വിഡ്ത്ത് ബൈ ഗ്യാപ്പ് ലെങ്ത്. സ്ലോട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എസ്, ഗ്യാപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എയർ ഗ്യാപ്പ് ലെങ്ത്. ഗ്യാപ്പ് ലെങ്ത്. കാർട്ടേഴ്സ് കോഎഫിഷ്യൻ ക്യാൻ ബി ടേക്കൺ ഫ്രം ദ ചാർട്ട്. ഈ ചാർട്ടിൽ നിന്ന് ഇതാണ് ചാർട്ട്. കാർട്ടേഴ്സ് ചാർട്ട് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കെ സി എസ് പല വാല്യൂ ഓഫ് സ്ലോട്ട് ഓപ്പണിംഗ് ബൈ ഗ്യാപ്പ് ലെങ്ത്, ദ റേഷ്യോ സ്ലോട്ട് ഓപ്പണിംഗ് ബൈ ഗ്യാപ്പ് ലെങ്ത്. ഈ ഡയമെൻഷൻസ് പലതാകാമല്ലോ. അപ്പോൾ ഇത് എൽ ജി പലതാകാം, ഡബ്ല്യു എസ് പലതാകാം. അപ്പോൾ ഓരോന്നിനും സ്ലോട്ട് ഓപ്പണിംഗ് ബൈ ഗ്യാപ്പ് ലെങ്ത് എന്ന ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫങ്ഷനായിട്ട് ഇതിനെ അടയാളപ്പെടുത്തുമ്പോൾ കെ സി എസ് പല വാല്യൂ ചെയ്യാം. സോ ദിസ് ഈസ് ഫോർ ദ റേഷ്യോ 2, 4, 6, 8, 10 എക്സെട്ര. കാർട്ടേഴ്സ് കോഎഫിഷ്യൻ കെ സി എസ് നമുക്ക് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അത് ഓപ്പൺ സ്ലോട്ട് ആണെങ്കിൽ ഈ രീതിയിലാണ് ഓപ്പൺ സ്ലോട്ട്. ഈ സ്ലോട്ട്സ് സെമി ക്ലോസ്ഡ് ആകാം. സോ ഇത് ഫുള്ളി ഓപ്പൺ ആകാതെ പകുതി തുറന്നിരിക്കുക, പകുതി മാത്രമേ, പകുതി അടഞ്ഞും എന്ന് പറഞ്ഞാൽ സെമി ക്ലോസ്ഡ്. ഞാൻ തന്നെ പലപ്പോഴും വരച്ചിട്ടുള്ളതാണ്.
ഇതാണ് സെമി ക്ലോസ്ഡ് സ്ലോട്ട്സ് ഒരേപോലെ ഇരിക്കും, രണ്ട് സൈഡ്, ഒരു സൈഡ് കൂടുതൽ ഞണങ്ങി ഒരു സൈഡ് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ സെമി ക്ലോസ്ഡ് സ്ലോട്ട്സ് ആണ് അതിന് പ്രത്യേകം ഗ്രാഫാണ്. ഫോർ സെമി ക്ലോസ്ഡ് കാർട്ടേഴ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ സെമി ക്ലോസ്ഡ് സ്ലോട്ട്സ് ആൻഡ് ദിസ് ഈസ് ഫോർ ഓപ്പൺ സ്ലോട്ട്സ്. എന്തിനായിരുന്നാലും ദിസ് വാല്യൂ വിൽ ബി ഗിവൺ, ഈ കാർട്ടേഴ്സ് കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചുള്ള. അല്ലെങ്കിൽ ദർ ഈസ് an empirical formula for finding out Carter's coefficient. Remember this formula. KCS can be found out using this formula. It is equal to 1 divided by 1 plus 5 Lg by Ws. ഈ ഗ്യാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എയർ ഗ്യാപ്പ് ലെങ്ത് വളരെ കുറവാണ്, ഞാൻ പറയാതെ. സോ KCS, റിമെമ്പർ ദിസ് ഫോർമുല ഓൾസോ. KCS ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ KCS എന്ന് പറഞ്ഞാൽ YS dash is equal to YS minus KCS into WS. Remember this also. YS dash is equal to contracted slot pitch is equal to the actual slot pitch minus KCS into WS, where KCS is called the Carter's gap coefficient, which will be normally given in the question. And there is an empirical formula for finding out the Carter's coefficient. Carter's coefficient for slots KCS is 1 by 1 plus 5 Lg by Ws, where Lg is the air gap length and Ws is the slot width. Now the reluctance of air gap with the slotted armature. അപ്പോൾ ഇതേ മാതിരിയുള്ള ഒരു സ്ലോട്ടഡ് ആർമച്ചർ ആണെങ്കിൽ റിലക്റ്റൻസ് എസ് ജി ഡാഷ് സ്ലോട്ടഡ് ആയതുകൊണ്ട് അതിന് നേരത്തെ സ്ലോട്ട് ഇല്ലാതെ നമ്മൾ എസ് ജി എന്നും പറഞ്ഞെടുത്തു. ഇവിടെ സ്ലോട്ട് ഉള്ളതുകൊണ്ട് നൗ റിലക്റ്റൻസ് ഓഫ് എയർ ഗ്യാപ്പ് വിത്ത് സ്ലോട്ടഡ് ആർമച്ചർ എസ് ജി ഡാഷ് ഈസ് എൽ ജി ഡിവൈഡഡ് ബൈ മ്യൂ സീറോ എൽ ജി ബൈ എ മ്യൂ സീറോ. എൽ ജി ബൈ എ മ്യൂ സീറോ എന്നുള്ളത് എയുടെ സ്ഥാനത്ത് നമ്മൾ വൈ എസ് ഡാഷ് ഇൻറ്റു എൽ. ഇത് ഫ്രിഞ്ചിങ് മൂലം വി ആർ കൺസിഡറിങ് ദി ഇഫക്റ്റ് ഓഫ് സ്ലോട്ടിങ്, ബിക്കോസ് ഓഫ് വിച്ച് ദർ വിൽ ബി ഫ്രിഞ്ചിങ്. സ്ലോട്ടിങ് ഉള്ള കാരണം ഫ്രിഞ്ചിങ് വന്നു. ഫ്രിഞ്ചിങ് വരുമ്പോഴിങ്ങനെയൊക്കെയാണ് സംഗതികൾ. ഈ ഫ്രിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കുറച്ച് ഫ്ലക്സ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ഡെൻസിറ്റി അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ഒരേ ഡെൻസിറ്റിയിലുള്ള അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഫ്ലക്സ് ഒരല്പ പോർഷനിലൂടെ ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് നമ്മളെടുത്തു. അപ്പോൾ അതാണ് കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച്. അത്രയും ദൂരം ആ ഫ്ലക്സ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പോർഷനാണ് നമ്മൾ വൈ എസ് ഡാഷ് എന്നും പറഞ്ഞെടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് വൈ എസ് ഡാഷ്. ആ വൈ എസ് ഡാഷ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച് ഈസ് വൈ എസ് മൈനസ് കെ സി എസ് ഇൻറ്റു ഡബ്ല്യു എസ്. കെ സി എസ് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇനി എസ് ജി ഡാഷ് റിലക്റ്റൻസ് ഓഫ് ദി എയർ ഗ്യാപ്പ് വിത്ത് സ്ലോട്ടഡ് ആർമച്ചർ ഈസ് എൽ ജി എയർ ഗ്യാപ്പ് ലെങ്ത് ഡിവൈഡഡ് ബൈ മ്യൂ സീറോ എ എന്നുള്ളടത്ത് ദിസ് എക്ക് പകരം നമ്മൾ നേരത്തേക്ക് എഴുതിയ മാതിരി സ്ലോട്ട് പിച്ച് പോർഷൻ, കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച് പോർഷൻ ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി സ്ലോട്ട് പിച്ച് പോർഷൻ, കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ ജി ഡിവൈഡഡ് ബൈ മ്യൂ സീറോ എൽ വൈ എസ് മൈനസ് കെ സി എസ് ഇൻറ്റു ഡബ്ല്യു എസ്, ഇക്വേഷൻ 3. ഇപ്പോൾ വൈ എസ് ഡാഷിൻ്റെ സ്ഥാനത്ത് വി പുട്ട് വാട്ട് YS minus KCS into WS. This is equation number 3. Now you take the ratio reluctance of air gap with the slotted armature with the fringing. എഴുതിയിരിക്കുന്ന ഫ്രിഞ്ചിങ് എന്നാണ്. ദിസ് ഫ്രിഞ്ചിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫ്രിഞ്ചിങ് വാട്ട് ഇസ് റിട്ടൺ ഫ്രിഞ്ചിങ്. ചിലതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് വരാം. അപ്പം റിലക്റ്റൻസ് ഓഫ് എയർ ഗ്യാപ്പ് വിത്ത് സ്ലോട്ടഡ് ആർമച്ചർ ആൻഡ് വിത്ത് ഫ്രിഞ്ചിങ് ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് ഓഫ് എയർ ഗ്യാപ്പ് വിത്ത് സ്മൂത്ത് ആർമച്ചർ. അതായത് ഇപ്പോൾ നമ്മളെടുത്ത ഇക്വേഷൻ നമ്പർ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. അപ്പം അതിന് ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്താണ് കോൺട്രാക്ഷൻ ഫാക്ടർ എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് ദ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ്. സ്ലോട്ട് വന്നപ്പോൾ ഇങ്ങനൊരു വ്യത്യാസം വരുന്നു. അപ്പം ദിസ് റേഷ്യോ, രണ്ട് റിലക്റ്റൻസുകൾ തമ്മിലുള്ള ആ റേഷ്യോ
എയർ ഗ്യാപ്പ് വന്നത് സ്ലോട്ടഡ് ആർമച്ചർ ഫ്രിഞ്ചിങ്ങോടുകൂടി സ്ലോട്ടഡ് ആർമച്ചർ വന്നപ്പോഴുള്ള റിലക്റ്റൻസിനകത്ത് വ്യത്യാസം വന്നു. റിലക്റ്റൻസും ഈ സ്ലോട്ടിംഗ് ഒന്നും ഇല്ല, സ്ലോട്ടിങ്ങിൻ്റെ എഫക്റ്റ് ഇല്ല, സ്മൂത്ത് ആർമച്ചർ ആയിരുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സോ KGS, ദ റേഷ്യോ ദ ടു റിലക്റ്റൻസസ്, ഇക്വേഷൻ 3 ബൈ ഇക്വേഷൻ 1. യു ടേക്ക് ദ റേഷ്യോ. അപ്പോൾ മുകളിൽ ഈ അവസാനത്തെ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ LG ഡിവൈഡ് ബൈ μ0L YS മൈനസ് KCS ഇൻറ്റു WS. LG ഡിവൈഡഡ് ബൈ μ0L ബ്രാക്കറ്റിൽ YS മൈനസ് KCS കാർട്ടേഴ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ സ്ലോട്ട്സ് ഇൻറ്റു WS. ഇക്വേഷൻ 3 ആണ് ഈ മുകളിൽ എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 LG ഡിവൈഡഡ് ബൈ μ0L YS. അപ്പോൾ ഇത് എല്ലാം LG ഒക്കെ വെട്ടിപ്പോയി, μ0L എല്ലാം വെട്ടിപ്പോകും. അപ്പോൾ ഈ YS അങ്ങ് മുകളിൽ കയറും. അപ്പം YS ഡിവൈഡഡ് ബൈ YS മൈനസ് KCS ഇൻറ്റു WS. YS ഡിവൈഡഡ് ബൈ KCS, YS ഡിവൈഡഡ് ബൈ YS മൈനസ് KCS ഇൻറ്റു WS. അപ്പോൾ ഈ റേഷ്യോ നോക്കണം, YS ഡിവൈഡഡ് ബൈ YS മൈനസ് KCS ഇൻറ്റു WS, ഇതിനെ നമ്മൾ KGS എന്നാണ് വിളിക്കുന്നത്. KGS is the gap contraction factor, where KGS is called the gap contraction factor for slots. അപ്പം YS ഡിവൈഡഡ് ബൈ YS മൈനസ് KCS ബൈ WS. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? YS ഡിവൈഡഡ് ബൈ YS മൈനസ്, അപ്പോൾ ഡിനോമിനേറ്റർ ഈസ് ലെസ് ദാൻ ദ ന്യൂമറേറ്റർ. This denominator is less than the numerator. അപ്പം KGS will be greater than 1. KGS is the gap contraction factor for slots. Thus, the reluctance of the air gap with slotted armature is KGS. തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ this is more than 1. ഇത് more than 1 ആണ്, കാരണം ഡിനോമിനേറ്റർ കുറവാണ്. Thus, the reluctance of the air gap with the slotted armature സ്ലോട്ട് ചെയ്യുമ്പോൾ KGS times the reluctance will be, the reluctance of the slotted armature is KGS times that with the smooth armature. ഈ റേഷ്യോ എന്ന് പറയുന്നത് KGS ആണ്. അപ്പോൾ reluctance of the air gap with the slotted armature divided by reluctance of air gap with the smooth armature is KGS. So reluctance of air gap with the slotted armature is KGS multiplied by the reluctance of air gap with the smooth armature. അപ്പോൾ ഇവിടെ റിലക്റ്റൻസ് സ്ലോട്ട് ചെയ്യുമ്പോൾ കൂടുന്നു. അപ്പം KGS ഈസ് ഗ്രേറ്റർ ദാൻ 1, ആ ഡിനോമിനേറ്റർ കുറവായതുകൊണ്ട് കൂടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ്, സ്ലോട്ടിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിലക്റ്റൻസ്, എയർ ഗ്യാപ്പ് റിലക്റ്റൻസ് കൂടുന്നതിന് ഈക്വലൻ്റാണ്. സ്ലോട്ട്സ് കൊടുക്കുന്നത് എയർ ഗ്യാപ്പ് റിലക്റ്റൻസ് കൂട്ടുന്നതിന് ഈക്വലൻ്റാണ്. കോൺട്രാക്ഷൻ ഫാക്ടർ എന്ന് വിളിക്കാൻ കാര്യം, ദിസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് ഏരിയ ചുരുങ്ങുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഏരിയ A μ0 എന്നുള്ള ഏരിയ എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ ഏരിയ L ഇൻറ്റു YS എന്ന് പറഞ്ഞ ഏരിയ കുറയുന്നതായിട്ടോ കണക്കാക്കാം. ലെങ്ത് കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ ഏരിയ കുറയുന്നതായിട്ട്, ഏരിയ കോൺട്രാക്റ്റ് ചെയ്യുന്നതായിട്ട്. അതുകൊണ്ടാണ് അതിനെ കോൺട്രാക്ഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ.